പർച്ചേസ് ബിൽ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പർച്ചേസ് ബിൽ ആഡ് ചെയ്യുന്നതിന് നമ്മൾ ആദ്യം സപ്ലയറെ ആഡ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ആഡ് സപ്ലയറിൻ്റെ ഡീറ്റെയിൽസുകൾ ഇവിടെ കാണാം. ഇവിടെ സപ്ലയറിൻ്റെ പേര്, GST, മൊബൈൽ നമ്പർ, ബാങ്ക് ഡീറ്റെയിൽസുകൾ. പിന്നെ ആഡ് സപ്ലയർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സപ്ലയറിന് നമുക്ക് ആഡായ സപ്ലയറിൻ്റെ പേര് ഇവിടെ കാണാം. ഇനി സപ്ലയറിന് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, സപ്ലയറിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സപ്ലയറുടെ ടോട്ടൽ ഈ എത്ര പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ടോട്ടൽ എത്ര ബില്ലുകൾ റിട്ടേൺ ചെയ്തിട്ടുണ്ട്, സപ്ലയറിന് എത്ര പേയ്മെൻറ്റ് കൊടുത്തു, ഇനി സപ്ലയറിന് എത്ര പേയ്മെൻറ്റ് കൊടുക്കാനുണ്ട്, അങ്ങനെയുള്ള ഡാറ്റകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സപ്ലയറിൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി പർച്ചേസ് ബില്ല് ആഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അതിവിടെ ആഡ് ബിൽ പർച്ചേസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ പർച്ചേസ് എന്നുള്ള ബില്ല് ഇവിടെ കാണാം. അപ്പോൾ ഇതിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഏതാണോ സപ്ലയർ നമ്മൾ രജിസ്റ്റേർഡ് ആയ ആ സപ്ലയറിനെ ഇവിടെ സെലക്ട് ചെയ്യുന്നു. സപ്ലയർ തന്ന ഇൻവോയ്സ് നമ്പർ ഇവിടെ നമ്മൾ കൊടുക്കുന്നു. ഏത് ഡേറ്റിനാണോ നമ്മൾ പർച്ചേസ് ചെയ്ത് ആ പർച്ചേസ് ഡേറ്റ് ഇവിടെ കൊടുക്കുന്നു. എന്തെങ്കിലും സ്പെഷ്യൽ നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതാനുണ്ടെങ്കിൽ അതിവിടെ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. പിന്നെ ഏതാണോ പ്രൊഡക്റ്റ്, ഉദാഹരണത്തിന് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ആ സെർച്ച് ചെയ്ത പ്രൊഡക്റ്റ് ഇവിടെ കാണാം. ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രൊഡക്റ്റുകളാണ് ഇവിടെ കാണിക്കുക. അപ്പോൾ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് മാത്രമേ നമുക്ക് പർച്ചേസ് ബില്ല് അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഒരു ഹെയർ ഓയിലാണ് നമുക്ക് തന്നത്, എത്ര ക്വാണ്ടിറ്റിയാണ്, ആ ക്വാണ്ടിറ്റി ഇവിടെ രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ ഒരു 6 ക്വാണ്ടിറ്റിയാണ്. ഇനി എന്താണ് അതിൻ്റെ പ്രൈസ്, നമുക്ക് വരുന്ന പ്രൈസ് എത്രയാണോ, 500 രൂപയാണ് എൻ്റെ ഒരു ക്വാണ്ടിറ്റിൻ്റെ പ്രൈസ്, എത്രയാണ് GST വരുന്നത്, ആ GST ഇവിടെ രേഖപ്പെടുത്തുന്നു. സേവ് പർച്ചേസ് ആൻഡ് അപ്ഡേറ്റ് കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ഇത് ബില്ല് അവിടെ പർച്ചേസ് ബില്ല് അപ്ഡേറ്റ് ആവുകയും സ്റ്റോക്കിൽ ഈ ക്വാണ്ടിറ്റി ആഡ് ആവുകയും ചെയ്യും.